ഹായ് എവ്രി വൺ. ഇന്നത്തെ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷനിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ an unbalanced external force is needed to change the state of rest or of motion of an object. അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് അനങ്ങാതെ നിൽക്കുകയാണ്, അപ്പൊ അതിനൊന്ന് അനക്കണമെങ്കിലൊക്കെ നമുക്ക് എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, പുറമെന്ന് നമ്മുടെ ഒരു ഫോഴ്സ് കൊടുക്കണം. എങ്കിലാണ് ഒരു ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, ടേബിളിന്റെ മുകളിൽ. അപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തല്ലാതെ അത് മൂവ് ചെയ്യില്ല അല്ലെ. അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, അതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊന്ന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തേ പറ്റുള്ളൂ. If so, would not a body remain in its state of rest or of uniform motion unless an external force act on it? അതായത് ഒരു ബോഡി അതിന്റെ റെസ്റ്റില്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലും അതുപോലെ തന്നെ യൂണിഫോം മോഷനിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫറൻസസ് ഒക്കെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് നോക്കാം. എവറി ഒബ്ജെക്ട് continues in its state of rest or of uniform motion along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. അപ്പോൾ എന്താണ് ഈ ഒരു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോയിൽ പറയുന്നത്? എവറി ഒബ്ജക്റ്റ്, എല്ലാ ഒബ്ജക്ട്സും കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓർ ഓഫ് യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അലോങ് എ സ്ട്രേറ്റ് ലൈൻ, ഒരു സ്ട്രേറ്റ് ലൈനിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അലോങ് എ സ്ട്രേറ്റ് ലൈൻ, സ്ട്രേറ്റ് ലൈനിലായിരിക്കുമ്പോൾ ആ ബോഡി അതിന്റെ റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അൺലെസ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. ഏതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് വരെ ഈ ഒരു റെസ്റ്റോ അല്ലെങ്കിൽ യൂണിഫോം മോഷനോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പൊ ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് ഇതേപോലെ തന്നെ പഠിക്കണം. അടുത്തത് എന്താണ് ഇനേർഷ്യ എന്ന് നോക്കാം. Inertia is the inability of a body to change its state of rest or of uniform motion along a straight line by itself. Inertia എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ കഴിവുകേടാണ്, ഇൻഎബിലിറ്റി ആണ്, എബിലിറ്റി ഇല്ലാത്തതാണ്. ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ, അതായത് റെസ്റ്റിലുള്ള ബോഡിക്കും അതുപോലെ തന്നെ യൂണിഫോം മോഷനിലുള്ള ബോഡിക്കും ഒരു സ്ട്രേറ്റ് ലൈനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിന് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും യൂണിഫോം മോഷനും സ്വയം ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഇനബിലിറ്റി എന്ന് പറയുന്നതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇനേർഷ്യ ഇസ് ദി ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ബൈ ഇറ്റ്സെൽഫ്. അതിന് തന്നെ ഒന്ന് അനക്കാൻ, നമ്മൾ പറഞ്ഞു നേരത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അനങ്ങുള്ളൂ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു കഴിവുകേടാണ് ഈ ഒരു ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. When a branch of mango tree is shaken, mangoes fall just as when branch starts moving. അതായത് നമ്മൾ മാവിന്റെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ കുലുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാംഗോസ് താഴെ വീഴും. Inertia of motion എക്സാമ്പിൾ ഏതാണ്? A running athlete cannot stop himself abruptly at the finishing line in a race. അതായത് നമ്മൾ ഓട്ടമത്സരം നടക്കുന്ന സമയത്ത് ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാലും കുറച്ച് സമയം അത്ലറ്റ് ഓടിക്കൊണ്ടിരിക്കും അല്ലെ. പെട്ടെന്ന് തന്നെ നിർത്താൻ പറ്റില്ല, കുറച്ച് സമയം ഓടിക്കൊണ്ടിരിക്കും, ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞിട്ടും ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ ആണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾ ആണ് മാംഗോ ട്രീ, ഇനേർഷ്യ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ് ഈ അത്ലറ്റിന്റെ കാര്യം. ഓക്കെ.
അടുത്ത നോക്കാം mass and inertia. The inertia of an object depends upon its mass. Inertia എന്ന് പറയുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. When the mass increases, inertia also increases. മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇനേർഷ്യയും ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. Inertia depends upon its mass. When the mass increases, inertia also increases. അതിന് എക്സാമ്പിൾ ആയിട്ട് it's dangerous for a loaded vehicle to negotiate curves in the road without reducing speed. അതായത് നല്ല സ്പീഡിൽ പോകുമ്പോൾ, അതായത് ലോഡുള്ള വെഹിക്കിൾസ്, മാസ് കേട്ടോ, ലോഡുള്ള വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ നല്ല കനമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കർവ് വളവുകൾ വരുമ്പോൾ അവർ സ്പീഡ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മറിഞ്ഞു വീഴും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ടാണ് ആ കർവ് ഉള്ള ഭാഗത്തൊക്കെ പോകുന്നത്. അപ്പൊ അതാണ് ഇനേർഷ്യ ഓഫ് എ ഒബ്ജെക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനേർഷ്യയും ഇൻക്രീസ് ചെയ്യും. അടുത്തത് മൊമെന്റം ആണ്. ദ മോർ ദ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് മൂവിംഗ് ഒബ്ജെക്ട്സ്, ദ മോർ ദെയർ ഇമ്പാക്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് മൊമെന്റം. അതായത് മാസും വെലോസിറ്റിയും കൂടുന്നതിനനുസരിച്ച് മൂവിംഗ് ഒബ്ജക്ട്സിന്റെ കാര്യമാണ് മോർ ദെയർ ഇമ്പാക്ട്, അതിന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നത് മൊമെന്റം. അപ്പൊ എന്താണ് മൊമെന്റം? മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിംഗ് ഒബ്ജക്ട്സ്. ഒരു മൂവിംഗ് ഒബ്ജക്ട്സ്, മോഷനിലുള്ള ഒബ്ജക്ട്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെന്റം. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതിനെ മെഷർ ചെയ്യുന്നത്. മൊമെന്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. മൊമെന്റം സ്കെയിലർ വെലോസിറ്റി ക്വാണ്ടിറ്റി അല്ല, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിനെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെന്റം? Unit of momentum, unit of mass into unit of velocity. എത്രയാണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. ദി ഫസ്റ്റ് ലോ ഡിഫൈൻസ് ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. ഫസ്റ്റ് ലോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫോഴ്സും ഇനേർഷ്യയൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് ഹൗ ക്യാൻ വി മെഷർ ഫോഴ്സ്? ഫോഴ്സിന് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. The velocity of a moving object changes from u to v when a force F is applied for a t second. അതായത് ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി u എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്നും v എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യും. എപ്പോഴാണ്? when a force F, ഒരു F എന്ന് പറഞ്ഞ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, t സെക്കൻഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. then the rate of momentum of the body, അപ്പൊ അതിന്റെ rate of momentum എന്ന് പറയുന്നത് mv by അല്ലെ, mv എന്ന് പറയാം മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ബൈ ടൈം, റേറ്റ് അല്ലേ, റേറ്റ് എന്ന് പറയുമ്പോൾ ബൈ ടൈം വരും. അപ്പൊ m ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഓക്കെ, അപ്പോൾ if the force acting for t second is increased, what change will take place in the rate of change of momentum? അപ്പോൾ ടി സെക്കൻഡിൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടി സെക്കൻഡിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൂട്ടിയാൽ what change will the rate of momentum, മൊമെന്റത്തിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നതാണ് ഈ ഒരു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. The rate of change of momentum of a body is directly proportional to the unbalanced external force acting on it. അതായത് rate of change of momentum എന്ന് പറയുന്നത്, ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതിൽ അപ്ലൈ ചെയ്യുന്ന, അതിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അതായത് F is directly proportional to m into v minus u by t. F is directly proportional to ma, അതായത് v minus u by t ആണ് ആക്സിലറേഷൻ അല്ലെ. v minus u by t എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. F is directly proportional to ma. F equal to, using a constant k, the above relation can be written as F is equal to kma.
k എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ F is equal to 1 into ma. F equal to ma. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്നാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനെ കുറിച്ചിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 108 km/h comes into rest after 4 seconds on applying brake. If the mass of the car, including the passengers, is 1000 kg, what will be the force applied when the brake is applied? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 108 km/h തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിൽ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? 108 into 5/18 അല്ലേ? 108 into 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 30 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി. അപ്പോൾ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു 5/18 ചെയ്യണം. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 ആണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v equal to 0. എന്താണ്? അപ്ലൈയിങ് ബ്രേക്ക് കംസ് ടു റെസ്റ്റ് ആണ് അല്ലെ? കംസ് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. v എന്ന് പറയുമ്പോൾ 0. അപ്പോൾ v equal to 0. മാസ് m തന്നിട്ടുണ്ട്, 1000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുമ്പോൾ 4 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് ലോ F equal to ma. F equal to m into v minus u by t. v എന്ന് പറയുമ്പോൾ 1000 into 0 minus 30 അല്ലെ? 0 minus 30, 0 ആണ് v. 30 എന്ന് പറയുമ്പോൾ u. അപ്പോൾ by 4. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 7500 minus 7500 ആണ് കിട്ടുന്നത്. The negative sign indicates that എന്താണ്? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ആണ് വരുന്നത്. അടുത്ത നോക്കാം. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 5 kg increases from 3 meter per second to 7 meter per second on applying force continuously for 2 seconds. ഇവിടെ തന്നിട്ടുള്ളത് മാസ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ഇനി ഫോഴ്സ് അല്ലെ, ടൈമും തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഫോഴ്സ് അപ്ലൈഡ്. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇഫ് ദി ഡ്യൂറേഷൻ ഓഫ് ദി ഫോഴ്സ് ആക്ട്സ് ഈസ് എക്സ്റ്റെൻഡഡ് ടു 5 seconds. അടുത്തത് 5 സെക്കൻഡിൽ എത്ര വെച്ചിട്ടാണ് കിട്ടുന്നത്? വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്ട് then? ഇനി വെലോസിറ്റിയും കണ്ടുപിടിക്കണം. അപ്പോൾ u തന്നിട്ടുണ്ട് 3, v 7, t എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്, m 5 kg. According to the second law of motion, F equal to ma. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതണം കേട്ടോ. m into v minus u by t. അപ്പോൾ m എന്ന് പറയുന്നത് 5 ആണ്, 7 minus 3/2 10. അടുത്തത് ആക്സിലറേഷൻ. a equal to f by m. f തന്നിട്ടുണ്ട്, എത്രയാണ്? f നമുക്ക് കിട്ടിയിട്ടുണ്ട് 10 അല്ലേ? ബൈ മാസ് എന്ന് പറയുന്നത് 5. അപ്പൊ എത്രയാണ്? 2 meter per second അല്ലെ? 2 meter per second square. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2 meter per second square ആണ്. ഇനി if we substitute the values v equal to u plus at, the velocity can be calculated when the time for the force is extended to 5 seconds. അതായത് 5 seconds നെ എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് v എങ്ങനെ കണ്ടുപിടിക്കാം? v equal to 3 plus, അതായത് v equal to u plus at എന്നുള്ള ഫോർമുലയിൽ 3 plus 2 into 5 എത്രയാണ്? 13 meter per second. അപ്പൊ ആ ഒരു വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് an object mass 20 gram moving along the surface of the long table is given below. അപ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. What is the frictional force experienced by the object? ഈ ഒരു ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു ഗ്രാഫിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? v equal to 0 അല്ലേ? v equal to 0. t 10 seconds. അപ്പൊ മാസ് എന്ന് പറയുന്നത് 20 gram ആണ്. 20 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. 20 divided by 1000 kilogram. അടുത്തത് f is equal to ma. a എന്ന് പറയുന്നത് v minus u by t ആണ്. അപ്പൊ m into v minus u by t. m എന്ന് പറയുന്നത് 20 by 1000. നമ്മൾ അതിന് മാറ്റിയിട്ടില്ല. into 0 minus
20 അല്ലെ 0-20/10. അപ്പോൾ 0.04 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് മോഷന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു സൈഡിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. ഓക്കെ, അടുത്തത് ഇമ്പൾസ് എന്താണെന്ന് നോക്കാം. ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. അപ്പോ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഫോഴ്സ് കുറച്ച് സമയത്തിന് ആക്ട് ചെയ്യുന്നതിനെയാണ് ഒരു ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഓഫ് ദ ഫോഴ്സ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? എം ഇൻറ്റു മാസും വെലോസിറ്റിയും ടൈമും അക്കോർഡിംഗ് ടു ദി law of motion, second law of motion. F equal to m into v minus u by t. അതായത് ഇമ്പൾസ് എന്ന് പറയുമ്പോൾ F into t ആണ്. അപ്പോൾ ഇമ്പൾസ് m into v minus u by t into t. ഓക്കെ, m into v minus u, ഇത് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ m into v minus u എന്ന് പറയും mv minus mu. അതായത് m into v minus u, ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റത്തിന്റെ ചേഞ്ച് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഡിറൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം mv minus mu. mv minus mu എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ, സോറി റേറ്റ് ഓഫ് ചേഞ്ച് അല്ല, മൊമെന്റത്തിന്റെ ചേഞ്ച്. ഇനീഷ്യൽ മൊമെന്റം ഫൈനൽ മൊമെന്റം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്. ദിസ് ഇസ് നോൺ ആസ് ഇമ്പൾസ്. അപ്പൊ ഇതിനാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. മൊമെന്റം പ്രിൻസിപ്പിൾ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എ ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു ദ ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. ആ ഒരു മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം, ഒരു ഒബ്ജക്റ്റിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് അതിന് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? ഇമ്പൾസ്, അതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇമ്പൾസിനോട് ഈക്വൽ ആണ് എന്നാണ് ഈ ഒരു മൊമെന്റം പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്തത് നോക്കാം, ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാലും ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പൊ എഫ് ഇൻറ്റു ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എഫ് ഇൻറ്റു ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. F is directly proportional to 1 by t. Sorry, inversely proportional to t ആണ്. F is proportional to 1 by t. When the change of momentum is a constant, ആ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ the force acting on a body, ആ ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് will be inversely proportional to the time taken. ആ ഒരു ടൈം ടേക്കണിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എങ്ങനെയാണ്? F is directly proportional t ആണ് പറയുന്നത്. പക്ഷെ ഇൻവേഴ്സ്ലി എന്ന് പറയുമ്പോൾ 1 by t. ഓക്കെ, 1 by t. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by t. അതായത് F is proportional to 1 by t അല്ലെങ്കിൽ F inversely proportional to t. F inversely, force is inversely proportional to t. Okay. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ആണ് പഠിച്ചത്. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനേർഷ്യ പഠിച്ചു, അതുപോലെ ഇമ്പൾസ് പഠിച്ചു, മൊമെന്റം പഠിച്ചു, അതെല്ലാം അതിന്റെ യൂണിറ്റ്സ് ഒക്കെ പഠിച്ചു. 2-3 പ്രോബ്ലംസ്, ടെക്സ്റ്റിലുള്ള 2-3 പ്രോബ്ലംസ് ഒക്കെ പഠിച്ചു അല്ലെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ 3rd പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. മനസ്സിലായാലും മനസ്സിലായിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തുടർന്നും ക്ലാസ് ഇടാൻ എനിക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.